CBSE ബോർഡ് എക്സാമിന് ചോദിക്കുന്ന കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻ. Shashank wants to make a project for state level science exhibition. For this, he wants to make metal box with a square base and vertical sides to contain 1024 centimeter cube of water. They gives volume is equal to 1024. Material for top and bottom cost 5 per centimeter square. And material for sides cost 2.5 per centimeter square. They give length, breadth, height and so on. മാക്സിമം മിനിമം ടോപ്പിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ക്വസ്റ്റ്യൻ വേണമെങ്കിൽ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ? എക്സും വൈയുമായിട്ട് ബന്ധപ്പെട്ട് റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. സോ ഫൈൻഡ് ദ വോളിയം. വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഈ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സ് തന്നെയാണ്. സോ എക്സ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് വൈ ആണ്. ദെയർഫോർ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു 1024. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എക്സ് സ്ക്വയർ വൈ വോളിയം ഈക്വൽ ടു 1024. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what will be the total cost C of the material used to construct the box? Total cost എന്ത് വരും? കോസ്റ്റിലേക്ക് വരുമ്പോൾ ബേസും ടോപ്പും സ്ക്വയർ ആണ് വരുന്നത്. ബേസും ടോപ്പും സ്ക്വയർ ആണ് വരുന്നത്. മെറ്റീരിയൽ ഫോർ ദ ടോപ്പ് ആൻഡ് ബോട്ടം കോസ്റ്റ് 5 rupees 5 per centimeter square. So top plus bottom, ടോപ്പ് പ്ലസ് ബോട്ടം ഏരിയ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ബോട്ടവും ടോപ്പും സ്ക്വയർ ഷേപ്പാണ് വരുന്നത്. സ്ക്വയറിൻ്റെ സൈഡ് എക്സ് ആണ്, ഏരിയ എന്ന് പറയുന്ന എക്സ് സ്ക്വയർ. അപ്പോൾ 2x സ്ക്വയർ വരും. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 5 per centimeter സ്ക്വയർ ആണ്. റുപ്പീസ് 5 per centimeter സ്ക്വയർ. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 2x സ്ക്വയർ ഇൻറ്റു 5, ദാറ്റ് ഈസ് 10x സ്ക്വയർ ആണ് ടോപ്പ് പ്ലസ് ബോട്ടത്തിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി മെറ്റീരിയൽ യൂസ്ഡ് ഇൻ സൈഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് ആയാലും ബ്രെഡ്ത്ത് ആയാലും ബേസ് വരുന്ന എക്സ് ആണ്, ഹൈറ്റ് വൈ വരും. ഹൈറ്റ് വൈ വരുന്നത് കൊണ്ട് സൈഡ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് ഇൻറ്റു വൈ വരും. ഒരു ഫേസ് എക്സ് ഇൻറ്റു വൈ. ഇതുപോലെ 4 ഫേസ് വരും ഇൻറ്റു 4. അപ്പം അതിൻ്റെ കോസ്റ്റ് വരിക 4xy ഇൻറ്റു 2.5 ആണ്. കാരണം അതിൻ്റെ കോസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് 2.5 per centimeter square. സോ 2.5 ഇൻറ്റു 4 എത്ര കിട്ടും? അതും 10xy എന്ന് വരും. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ്? ബേസ് പ്ലസ് ടോപ്പ് വരുന്നത് 10x സ്ക്വയർ വരും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10x സ്ക്വയർ പ്ലസ് 10xy. ദിസ് ഇസ് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ്. തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ബോക്സ് ഇൻ ടേംസ് ഓഫ് എക്സ്. ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ മാക്സിമം മിനിമം ക്വസ്റ്റ്യൻസിലെല്ലാം അതിൽ നിങ്ങൾക്ക് അറിയാം ഇക്വേഷൻ ഒരു വേരിയബിളിലേക്ക് മാറ്റണം ഡിഫറൻസിയേഷന് മുൻപായിട്ട്. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 10x സ്ക്വയർ പ്ലസ് 10x. ഫ്രം ദിസ് ഇക്വേഷൻ ഇതിനകത്ത് നിന്ന് എന്തെഴുതാം? y ഇസ് ഈക്വൽ ടു 1024 ബൈ എക്സ് സ്ക്വയർ. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 1024 ബൈ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 10x സ്ക്വയർ പ്ലസ് 1024 ബൈ എക്സ്. ഒരു എക്സ് കട്ടായി പോകുന്നു ബൈ എക്സ്. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് എക്സ്. What's the fourth question? What should be
the dimension of the box to be minimize the cost. മിനിമം കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് is C. കോസ്റ്റിൽ നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഡി സി ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻസിയേഷൻ നടത്തിയാൽ 20x മൈനസ് 10,240 by x square. Derivative of 1 by x is minus 1 by x square. Derivative of 1 by x is minus 1 by x square. D square c by dx square. Second derivative is 20 minus 20 plus. This become x raised to minus 2. Its differentiation minus 2 by x cube. So 2 into 10,240 by x cube. Derivative of 1 by x square is minus 2 by x cube. X raised to minus 2 എന്ന് എഴുതിയിട്ട് ഡിഫറൻസിയേഷൻ നടത്തുന്നു. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമാണ് ഇത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്. ഇതെല്ലാം പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. എക്സ് എന്ന് പറയുന്ന സൈഡിൻ്റെ ലെങ്ത് ആണ്, അതും പോസിറ്റീവാണ്. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. സോ കോസ്റ്റ് ഈസ് മിനിമം. എപ്പോഴാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്താൽ 20x ഈക്വൽ ടു 10,240 by x സ്ക്വയർ. 0 ക്യാൻസൽ ചെയ്യുന്നു. എക്സ് ക്യൂബ് ഈക്വൽ ടു എന്ത് കിട്ടും? 1024 by 2 വരും. ദാറ്റ് ഈസ് 5112. 1024 by 2 എന്ന് പറയുമ്പോൾ 512. 512 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് 2 raised to 9 ആണ്. 2 raised to 9. So this can be written as 2 cube, the whole cube. So x cube equal to 2 cube the whole cube. X equal to what? X equal to 2 cube, that is 8. X equal to 8. What should be the dimension of the box to be minimize the cost? What should be dimension of the box? Here x become 8. Substitute x equal to 8 here. Y is equal to 1024 by 8 square. That's the dimension of x and y. Which is equal to what? Which is equal to 2 raised to 10 divided by 8 is 2 cube. 2 raised to 6. That become 2 raised to 4, which is 16. So dimensions x and y become 8, 16. These are the dimensions. Last question. What is the least cost of the box? What is the least cost of the box? This is total cost. This is total cost. Substitute here. Total cost. 10 into what is x? X is 8. 8 square plus 10 into 8 into 16. Simplify this, you get the answer. Okay. Simplify ചെയ്യുമ്പോൾ വേണമെങ്കിൽ 80 ഔട്ട്സൈഡ് എടുക്കാം. ബ്രാക്കറ്റിന് ഇൻസൈഡ് 8 പ്ലസ് 16 വരുന്നു. ദാറ്റ് ഈസ് 80 ഇൻറ്റു 24 കിട്ടി. 80 ഇൻറ്റു 24. 24 into 8. 1920. 24 into 8. 129,920 is the answer. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യനിലെ ഡയമെൻഷൻസ് അവർ തന്നിട്ടുണ്ട്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. പിന്നെ ഫസ്റ്റ് തന്നെ അവർ ചോദിച്ചിരിക്കുന്നു റിലേഷൻ കണ്ടുപിടിക്കണം. റിലേഷൻ ഇവിടെ വോളിയാണ് അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. സോ വോളിയത്തിൻ്റെ ടേമിൽ ഫോമിൽ എഴുതുന്നു, അതിനകത്തുനിന്ന് റിലേഷൻ ഉണ്ടാക്കുന്നു. പിന്നെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ബേസ്, ബോട്ടം, ടോപ്പ്, സൈഡ്, ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് കോസ്റ്റ് അവർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഒരേ ഒരു വേരിയബിളിലേക്ക് മാറ്റുന്നു. ഇക്വേഷനിൽ നിന്ന് സിംഗിൾ വേരിയബിൾ എക്സിലേക്ക് മാറ്റുന്നു. ദെൻ ഡിഫറൻസിയേഷൻ നടത്തുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. മാക്സിമം മിനിമത്തിലെ ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡി കാണുന്നതൊക്കെ വലിയ പ്രശ്നമില്ലാതെ ചെയ്യാവുന്നത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു.